ഹലോ എവ്രിവൺ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആസിഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് അല്ലെങ്കിൽ വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നല്ല വീഡിയോസിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. ലാഗ് എടുപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത് ആസിഡുകളുമായി ബന്ധപ്പെട്ടിട്ട് വേരിയസ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ്, അപ്പം മാറി മാറി വരുന്ന PSC ചോദ്യ പേപ്പറുകളൊക്കെ നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആസിഡുകളിലെ പൊതുഘടകം ഏതാണ്? ആസിഡുകളിലെ പൊതുഘടകം ഏതാണ്? അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ 10th SSLC കെമിസ്ട്രി പുസ്തകത്തിലും ഇതേ കാര്യം തന്നെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് SSCRTയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യം നമ്മുടെ UP സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിന് 2010 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ആസിഡിൽ കാണുന്ന പൊതുഘടകം ഏതാണ്? സോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നൈട്രജൻ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ക്ലോറിൻ, നാലാമത്തെ ഓപ്ഷൻ നമ്മുടെ സൾഫർ. അപ്പൊ ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ നിന്നും ഏതാണ് ആസിഡുകളിലെ പൊതുഘടകം എന്ന് പറയുന്നത്? അപ്പം HCl എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO3 എന്ന് പറയുന്നതാണ് നമ്മുടെ നൈട്രിക് ആസിഡ്, H2SO4 എന്ന് പറയുന്നതാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇവരുടെ എല്ലാം രാസസൂത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാ ആസിഡിലുമുള്ള പൊതുഘടകം എന്ന് പറയുന്നത് അത് ഹൈഡ്രജൻ ആണ്. സോ നമ്മുടെ ഓപ്ഷനിലും ഹൈഡ്രജൻ നൽകിയിട്ടുണ്ട്. സോ ആദ്യത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് നമ്മളുടെ എല്ലാ ആസിഡുകളിലും കാണുന്ന പൊതുഘടകം? അത് ഹൈഡ്രജൻ ആണ് എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന ഘടകം. അപ്പൊ നമുക്ക് ഇനി വരുന്ന PSC എക്സാമിനും ഇത് ചോദിക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം. ഇത് LP സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിന് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതായത് റീസെന്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ചോദ്യം നോക്കാം. അപ്പൊ ചോദ്യം ഇതാണ്: സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ത്? അപ്പൊ ഇതെന്ന് പറയുന്നത് ഏത് ചാപ്റ്റർ ആണ്? നമ്മുടെ അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള 10ാം ക്ലാസ്സിൽ കെമിസ്ട്രി പുസ്തകത്തിൽ നിന്ന് കിടക്കുന്ന ഒരു ചോദ്യമാണ് വന്നേക്കുന്നത്. ഇതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനും അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണവും ഈ സൾഫ്യൂരിക് ആസിഡിന്റെ സവിശേഷതകളും ഒക്കെ ആ ഒരു ചാപ്റ്ററിനകത്ത് അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള 10ാം ക്ലാസ്സിന്റെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതേ സെന്റൻസ് നമ്മുടെ SSCRT പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു SSCRT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കാം, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ P2O5, സെക്കൻഡ് ഓപ്ഷൻ N2O5, തേർഡ് ഓപ്ഷൻ V2O5, ഫോർത്ത് ഓപ്ഷൻ നമ്മുടെ Fe2O3. അപ്പൊ ഇതിൽ ഏതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്നാണ് ചോദ്യം. അപ്പൊ വനേഡിയം പെന്റോക്സൈഡ് ആണ്, അതായത് തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള വനേഡിയം പെന്റോക്സൈഡ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. SSCRTയിൽ അങ്ങനെ നൽകിയിട്ടുണ്ട് കേട്ടോ. സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എങ്കിൽ അത് എവിടെ നോക്കിയാൽ മതി? നമ്മുടെ SSLC അലോഹ സംയുക്തങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ കിടപ്പുണ്ട്, അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. സോ വനേഡിയം പെന്റോക്സൈഡ് ആണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത്. വനേഡിയം പെന്റോക്സൈഡിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് V2O5 ആണ് നമ്മുടെ രാസസൂത്രം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഠരൂപമാണ്? ഇപ്പൊ പറഞ്ഞില്ലേ അലോഹ സംയുക്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന്. അതേ പാഠഭാഗത്ത് കിടക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഠരൂപമാണ്? അതായത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഒലിയത്തെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ നോക്കി, ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഠരൂപമാണ്? ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഏത് ആസിഡിനെ കുറിച്ച് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്? സൾഫ്യൂരിക് ആസിഡിന്റെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ചോദ്യം UP സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിന് ഒരു വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ഇയർ ഏതാണെന്ന് ഞാൻ സ്കിപ്പായി പോയി, പക്ഷേ UP സ്കൂൾ അസിസ്റ്റന്റിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്, രണ്ടാമത്തെ ഓപ്ഷൻ സൾഫ്യൂരിക് ആസിഡ്, തേർഡ് ഓപ്ഷൻ നമ്മുടെ നൈട്രിക് ആസിഡ്, ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫോറിക് ആസിഡ്. അപ്പം ഏതിന്റെ ഗാഠരൂപത്തെയാണ് ഒലിയം എന്ന് പറയുന്നത്? ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒലിയത്തിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് H2S2O7 ആണ് നമ്മുടെ ഒലിയത്തിന്റെ രാസസൂത്രം. ഇത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ ഗാഠരൂപമാണ്. അപ്പൊ അതും കിട്ടി. നമ്മളുടെ ഏത് ആസിഡിന്റെ ഗാഠരൂപമാണ് നമ്മളുടെ ഒലിയം എന്ന് പറയുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ ഗാഠരൂപമാണ്. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, രണ്ടാമത്തെ ഓപ്ഷൻ സൾഫ്യൂരിക് ആസിഡ്, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ്, ഫോർത്ത് ഓപ്ഷൻ നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ ഏത് ആസിഡാണ് നമ്മുടെ കാറിന്റെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്? അപ്പൊ ഏത് ആസിഡാണ്? രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഓയിനോ വിഡ്രിയോൾ എന്നറിയപ്പെടുന്ന വനേഡിയം പെന്റോക്സൈഡ് ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ഒലിയം ഗാഠരൂപമായിട്ടുള്ള നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് UP സ്കൂൾ അസിസ്റ്റന്റ് 2005 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. അപ്പൊ സൾഫ്യൂരിക് ആസിഡിനെ രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതും നമ്മുടെ SSCRT ഫാക്ട് ആണ് കേട്ടോ. നമ്മുടെ അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അങ്ങനെ കിടപ്പുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. UP സ്കൂൾ അസിസ്റ്റന്റ് 2006 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ചോദ്യം ഇതാണ്: സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി ആദ്യത്തെ ഓപ്ഷൻ അമോണിയ നിർമ്മിക്കപ്പെടുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ നൈട്രിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്നത്, മൂന്നാമത്തെ ഓപ്ഷൻ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്നത്, നാലാമത്തെ ഓപ്ഷൻ അലൂമിനിയം നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ താഴെ പറയുന്നവയിൽ എന്തിനെയാണ് നിർമ്മിച്ചെടുക്കുന്നത്, എന്തിനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്? അമോണിയയാണോ, സൾഫ്യൂരിക് ആസിഡിനെയാണോ, നൈട്രിക് ആസിഡിനെയാണോ, അലൂമിനിയത്തിനെയാണോ? ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് നമ്മുടെ കുറച്ച് മുന്നേ പഠിച്ച വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്നത്. സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് വിളിക്കേണ്ടത്. നമുക്ക് നേരത്തെ കണ്ട ഓപ്ഷൻസിലേക്ക് ഒന്നും കൂടി മടങ്ങി വരാം. നോക്കിയേ, അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ്. എന്ത് പ്രോസസ്സാണ്? ഹേബർ പ്രോസസ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്ന പ്രോസസ്സാണ് നമ്മുടെ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. അലൂമിനിയം എന്ന് പറയുന്നത് ഇലക്ട്രോലിസിസ് അല്ലെങ്കിൽ എന്താണ്, വൈദ്യുത വിശ്ലേഷണ രാസപ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ അലൂമിനിയത്തെ നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതും എല്ലാം നമ്മളുടെ 10ാം ക്ലാസ്സിന്റെ പാഠഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അമോണിയ നിർമ്മിക്കുന്നത് ഹേബർ പ്രോസസ്സിലൂടെയാണ്, അതേപോലെ തന്നെ നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നത് നമ്മുടെ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിലൂടെയാണ്, അലൂമിനിയം നമ്മുടെ വൈദ്യുത വിശ്ലേഷണ രാസപ്രവർത്തനത്തിലൂടെയാണ് അലൂമിനിയം നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അമോണിയയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നമ്മളുടെ ഉൾപ്രേരകം എന്ന് പറയുന്നത് സ്പോഞ്ച് അയോൺ ആണ് കേട്ടോ. സ്പോഞ്ച് അയണിനെയാണ് നമ്മുടെ അമോണിയയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ പിടിച്ചോ? പഞ്ചസാരയിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ അതിന്റെ നിറം കറുപ്പായി മാറുന്നു. ഇത് സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണമാണ് വ്യക്തമാക്കുന്നത്? അപ്പൊ ഇതെല്ലാം നമ്മളുടെ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ഒരു പാഠഭാഗത്ത് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തെക്കുറിച്ചും അവരുടെ സവിശേഷതകളെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം അവിടെ പഠിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതേപോലെ നൽകിയിട്ട് ഇതിന്റെ ഒരു രാസപ്രവർത്തനവും ആ ഒരു പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ SSCRT പഠിക്കുന്നവർക്ക് എന്തായാലും ഈ ചോദ്യം കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ പഞ്ചസാരയിലെ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ വെളുത്ത നിറമുള്ള പഞ്ചസാര എന്ത് നിറമായി മാറുന്നു? കറുത്ത നിറമായി മാറുന്നു. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് സ്വഭാവത്തെയാണ് ഈ ഒരു രാസപ്രവർത്തനം കാണിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഓക്സികാരി. ഓക്സികാരി എന്ന നമ്മളുടെ സൾഫ്യൂരിക് ആസിഡിന്റെ സ്വഭാവത്തെയാണോ കാണിക്കുന്നത്? അതോ നിരോക്സികാരി എന്ന നമ്മളുടെ സൾഫ്യൂരിക് ആസിഡിന്റെ സ്വഭാവത്തെയാണോ കാണിക്കുന്നത്? അതോ നിർജ്ജലീകരണം എന്ന് പറയുന്ന സവിശേഷതയാണോ കാണിക്കുന്നത്? അതോ ശോഷകാരകം എന്ന് പറഞ്ഞ സവിശേഷതയാണോ കാണിക്കുന്നത്? അപ്പോൾ ഇതില് ഏത് ഗുണമാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഈ ഒരു പഞ്ചസാര കറുത്ത നിറമാക്കി മാറ്റുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഏതാണ്? നിർജ്ജലീകരണമാണ് കറക്റ്റ് ആൻസർ. അതായത് ഒരു രാസവസ്തുവിൽ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തില് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജലാംശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രജനോ ഓക്സിജനോ ഉണ്ടെങ്കിൽ അവയെ അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജനെയോ ഓക്സിജനോ അബ്സോർബ് ചെയ്തിട്ട് വെള്ളമാക്കി മാറ്റാനോ അല്ലെങ്കിൽ വെള്ളത്തെ അതേപോലെ അബ്സോർബ് ചെയ്ത് മാറ്റി നിർജ്ജലീകരണം നടത്താനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു കഴിവിനെ, സൾഫ്യൂരിക് ആസിഡിന്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ നിർജ്ജലീകരണ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൾഫ്യൂരിക് ആസിഡിന് ഓക്സീകരണ സ്വഭാവമുണ്ട്, നിർജ്ജലീകരണ ഗുണമുണ്ട്, അതേപോലെ തന്നെ ശോഷകാരക ഗുണവുമുണ്ട്. അപ്പൊ ഇത് മൂന്നുമാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ രാസഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? നിർജ്ജലീകരണ ഗുണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? PSCയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, ഉറുമ്പിൽ കാണുന്ന ആസിഡ് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കാണാനായിട്ട് പറ്റും. PSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈസി ആണെന്ന് എനിക്ക് മനസ്സിലാക്കാം. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ്, രണ്ടാമത്തെ ഓപ്ഷൻ ടാർട്ടാറിക് ആസിഡ്, മൂന്നാമത്തെ ഓപ്ഷൻ ഓക്സാലിക് ആസിഡ്, നാലാമത്തെ ഓപ്ഷൻ അസറ്റിക് ആസിഡ്. അപ്പം ഏത് ആസിഡാണ് എവിടെ കാണപ്പെടുന്നത്? മുന്തിരിയിൽ കാണപ്പെടുന്നത്. ഏത് ആസിഡാണ്? വേഗം പറയാമോ? യെസ്, ഏത് ആസിഡാണ് നമ്മുടെ ടാർട്ടാറിക് ആസിഡ് ആണ് മുന്തിരിയിൽ കാണപ്പെടുന്നത് കേട്ടോ. മുന്തിരിയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ് കാണപ്പെടുന്നത്. അപ്പൊ പ്രൂസിക് ആസിഡ് കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രൂസിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുക? അത് മരച്ചീനിയിൽ കാണപ്പെടുന്ന ആസിഡാണ് നമ്മുടെ പ്രൂസിക് ആസിഡ്. ആപ്പിളിൽ കാണപ്പെടുന്ന ആസിഡാണ് മാലിക് ആസിഡ്. സാധാരണ പുളിയുള്ള പഴവർഗ്ഗങ്ങളിൽ കാണപ്പെടുന്ന ആസിഡാണ് നമ്മുടെ ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, ഉറുമ്പിൽ കാണപ്പെടുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം, ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം. സോ മുന്തിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് എന്ത്? ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേ പിടിച്ചോ. ബോറിക് ആസിഡ് ഐ ലോഷനായി ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഇച്ചിങ്ങോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഐയിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ദ്രാവകം എന്ന് പറയുന്നത് ബോറിക് ആസിഡ് ആണ്. അപ്പോൾ ബോറിക് ആസിഡിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐ ലോഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആന്റിസെപ്റ്റിക്, രണ്ടാമത്തെ ഓപ്ഷൻ ആന്റി ഓക്സിഡന്റ്, മൂന്നാമത്തെ ഓപ്ഷൻ ആന്റി ഡിപ്രസന്റ്, നാലാമത്തെ ഓപ്ഷൻ അനാൾജസിക്. അപ്പൊ ഇതിൽ ഏത് പ്രോപ്പർട്ടി കാരണമാണ് ബോറിക് ആസിഡിനെ നമ്മൾ ഐ ലോഷനായിട്ട് ഉപയോഗിക്കുന്നത്? ക്ലിയർ ആണല്ലോ. ആന്റിസെപ്റ്റിക് ഒക്കെ നമ്മൾ എവിടെ ഉപയോഗിക്കുക? എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആന്റിസെപ്റ്റിക് ഉപയോഗിക്കുക. ആന്റി ഡിപ്രസൻസ് എന്തിനാ ഉപയോഗിക്കുക? പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ ഡിപ്രഷനെയൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ മെഡിസിൻസ് ആണ് ആന്റി ഡിപ്രസൻസ് എന്ന് പറയുന്നത്. അനാൾജസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വേദന സംഹാരികളാണ് നമ്മുടെ അനാൾജസിക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ആന്റി ഓക്സിഡന്റ് ആണ് അല്ലേ? അപ്പം ബോറിക് ആസിഡിന് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ഒരു നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അവയെ നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റുക? നമ്മളുടെ കണ്ണിൽ ഒഴിക്കുന്ന ഐ ലോഷനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുക. സോ നമ്മളുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? ഓക്കെ, ലൂയിസ് അമ്ലം ഇത് റീസെന്റ് ചോദിച്ചു വന്നിട്ടുള്ള നമ്മുടെ ഒരു PSC ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. OH- അയോൺസ്, അടുത്ത ഓപ്ഷൻ BCl3, അടുത്ത ഓപ്ഷൻ കാൽഷ്യം ഓക്സൈഡ്, അടുത്ത ഓപ്ഷൻ നമ്മുടെ അമോണിയ NH3. അപ്പൊ ഇതിൽ ഏതാണ് നമ്മളുടെ ലൂയിസ് അമ്ലമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പദാർത്ഥം ലൂയിസ് അമ്ലമാണെന്ന് പറയണമെങ്കിൽ എന്താണ്? അതിന് ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. ഓക്കെ, നമുക്ക് ആസിഡ് കോൺസെപ്റ്റുകൾ 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ലൂയിസ് കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, അറീനിയസ് കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ലൂയിസ് കോൺസെപ്റ്റിൽ പറയുന്ന എന്താ കാര്യം? ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള പദാർത്ഥങ്ങളെയാണ് ആസിഡ് എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ ലൂയിസ് പറഞ്ഞു വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരെയാണ് ബേസുകൾ എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ ആര് പറഞ്ഞു വെച്ചേക്കുന്നത്? ലൂയിസ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ലൂയിസിന്റെ കൺസെപ്റ്റിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അമ്ല സ്വഭാവമുള്ളത് അല്ലെങ്കിൽ ആസിഡ് സ്വഭാവമുള്ളത്? ആസിഡ് സ്വഭാവം എന്ന് പറയുമ്പോൾ എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ആദ്യത്തെ ഓപ്ഷൻസ് നോക്കി. OH- എന്നാ പറഞ്ഞേക്കുന്നത്, വിച്ച് മീൻസ് അത് ഇലക്ട്രോൺ റിച്ച് ആണ്. ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, വിച്ച് മീൻസ് അതിൽ എന്താണ്? ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പൊ ഇലക്ട്രോൺ റിച്ച് ആയിട്ടിരിക്കുന്ന ഒരാൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യോ? അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? അത് നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അമോണിയയുടെ കേസിലേക്ക് നോക്കുമ്പോൾ എന്താണ്? അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ കാണപ്പെടുന്നത് അല്ലെ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് NH3 ഉണ്ട്. അപ്പൊ ആ ഇലക്ട്രോൺസ് വീണ്ടും അവിടെ ഉള്ളത് കൊണ്ട് എന്താണ്? അവിടെ വീണ്ടും എന്ത് സംഭവിക്കത്തില്ല? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. റൈറ്റ്. അപ്പൊ BCl3 നോക്കുകയാണെങ്കിലോ, BCl3 ബോറോണിന് വേക്കന്റ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ഈ വേക്കന്റ് ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് തന്നെ BCl3 ബോറോണിന് എന്തിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് BCl3 ആണ്. BCl3 എന്തിനുള്ള കഴിവുണ്ട്? ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ആര്? നമ്മുടെ ആസിഡുകൾ അല്ലെങ്കിൽ അമ്ല സ്വഭാവമുള്ളവർ എന്നാ പറയാം. അപ്പൊ BCl3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. BCl3 അതേപോലെ തന്നെ AlCl3 എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? നമ്മളുടെ ലൂയിസ് അമ്ലങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് BCl3, AlCl3 എന്നൊക്കെ പറയുന്നത്. റൈറ്റ്. അപ്പൊ ഇത് നമ്മുടെ PSCയിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ് ഈ ലൂയിസ് ആസിഡുകളെ കുറിച്ചും ലൂയിസ് ബേസുകളെ കുറിച്ചുമുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂരിക് ആസിഡ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം.
ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ മഷിയുടെ നിർമ്മാണത്തിന്, രണ്ടാമത്തെ ഓപ്ഷൻ രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, മൂന്നാമത്തെ ഓപ്ഷൻ ദഹനത്തിന്, നാലാമത്തെ ഓപ്ഷൻ നമ്മുടെ പാഴ്ജല ശുദ്ധീകരണത്തിന്. അപ്പോൾ താഴെ പറഞ്ഞ 4 ഓപ്ഷൻസിൽ എവിടേക്കാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ ഉപയോഗിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ആൻസർ പറയാവോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയോ? നമുക്ക് ആൻസർ നോക്കാം. മഷിയുടെ നിർമ്മാണത്തിന്, മഷിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ടാനിക് ആസിഡ് ആണ് കേട്ടോ. ടാനിക് ആസിഡ് ആണ് മഷിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. സോ ആദ്യത്തെ ഓപ്ഷൻ അല്ല, അത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗമല്ല. രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ആര് ഉപയോഗിക്കുന്നുണ്ട്? നമ്മളുടെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, പെയിന്റുകളുടെ നിർമ്മാണത്തിന്, അതേപോലെ തന്നെ എക്സ്പ്ലോസീവ്സിന്റെ നിർമ്മാണത്തിന്, അതേപോലെ തന്നെ ഫൈബറുകളുടെ നിർമ്മാണത്തിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻസ് എന്താ നൽകിയിരിക്കുന്നത്? ദഹനത്തിന്, അല്ലെ? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് അല്ല, അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ മഷിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് അത് ടാനിക് ആസിഡ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ 1, 3 അല്ല നമ്മളുടെ ആൻസർ. ഇനി പാഴ്ജല ശുദ്ധീകരണത്തിന് സൾഫ്യൂരിക് ആസിഡ് സഹായിക്കുമോ? പാഴ്ജല ശുദ്ധീകരണത്തിനും സൾഫ്യൂരിക് ആസിഡ് സഹായിക്കും. അപ്പോൾ നമ്മളുടെ ഏതൊക്കെ ആൻസർ ആണ് കറക്റ്റ്? 2ഉം 4ഉം ആണ് നമുക്ക് കറക്റ്റ് ആൻസർ. അതായത് 2ഉം 4ഉം എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2ഉം 4ഉം ആണ്. അതായത് പാഴ്ജല ശുദ്ധീകരണത്തിനും അതേപോലെ തന്നെ എന്താണ് രാസവളങ്ങളുടെ നിർമ്മാണത്തിനും വേണ്ടിയിട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദേ പിടിച്ചോ. ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം ഏതാണ്? ആംഫോടെറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഓക്സൈഡുകളിൽ തന്നെ ചിലവർ എന്ത് കാണിക്കും? അസിഡിക് സ്വഭാവം കാണിക്കും, അതായത് അമ്ല സ്വഭാവം കാണിക്കും. അതേ വസ്തു തന്നെ എന്ത് കാണിക്കും? ക്ഷാര സ്വഭാവം കാണിക്കും, അല്ലെങ്കിൽ ബേസിക് സ്വഭാവം കാണിക്കും. അതായത് ഒരേ സമയം അസിഡിക് സ്വഭാവവും ബേസിക് സ്വഭാവം കാണിക്കുന്നവരെയാണ് നമ്മൾ ആംഫോടെറിക് ഓക്സൈഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില ഓക്സൈഡുകൾക്ക് ഒരേ സമയം അസിഡിക് സ്വഭാവവും ബേസിക് സ്വഭാവം കാണിക്കാനുള്ള കഴിവുണ്ട്. അത്തരത്തിലുള്ള ഓക്സൈഡുകളെയാണ് നമ്മൾ ആംഫോടെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ആംഫോടെറിക് ഓക്സൈഡ് എന്നാണ് ചോദ്യം. ഇതെന്ന് പറയുന്നത് നമ്മളുടെ 10ാം ക്ലാസ്സിലെ CBSE കെമിസ്ട്രിയിൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് Al2O3, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അമോണിയ, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോപ്പർ ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ആദ്യം അലൂമിനിയം ഓക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയ, കോപ്പർ ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇവയിൽ ഏതിനാണ് ആംഫോടെറിക് സ്വഭാവം ഉള്ളതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമ്മുടെ CBSE കെമിസ്ട്രി പുസ്തകത്തിൽ അങ്ങനെ നൽകിയിട്ടുണ്ട്. Al2O3 ആണ് കേട്ടോ. അലൂമിനിയത്തിന്റെ ഓക്സൈഡ് ആണ് ഇങ്ങനെ ആംഫോടെറിക് സ്വഭാവം കാണിക്കാനുള്ളൊരു കഴിവുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫീൽഡ് വർക്കർ 2021 ചോദിച്ച ചോദ്യമാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? കുറച്ച് മുന്നേ മുന്തിരിങ്ങി അടങ്ങിയിരിക്കുന്ന ആസിഡ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അത് ഇത് ആസിഡ് ആയിരുന്നു, ടാർട്ടാറിക് ആസിഡ് അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ ചോദ്യം നമ്മളുടെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്രോസിക് ആസിഡ്, അതേപോലെ തന്നെ ടാർട്ടാറിക് ആസിഡ്, ദെൻ നമ്മളുടെ ഓപ്ഷനാണ് മാലിക് ആസിഡ്, അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനാണ് ലാക്റ്റിക് ആസിഡ്. അപ്പൊ ഇതിൽ ഏതാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നതാണ് ചോദ്യം. അപ്പൊ ഇത് നമ്മുടെ ഫീൽഡ് വർക്ക് 2021 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, പ്രോസിക് ആസിഡ്. പ്രോസിക് ആസിഡ് എന്ന് പറയുന്നത് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പ്രോസിക് ആസിഡ് എന്ന് പറയുന്നത്. ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത് പുളി ഉള്ള നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ കാണപ്പെടുന്ന ആസിഡാണ്, അതായത് മുന്തിരിയിലൊക്കെ കാണപ്പെടുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത്. മാലിക് ആസിഡ് ആണ് നമ്മുടെ ആപ്പിളിൽ കാണപ്പെടുന്ന ആസിഡ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ്? നമ്മുടെ പാലിൽ കാണപ്പെടുന്ന ആസിഡാണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മാലിക് ആസിഡ് ആണ് അല്ലേ? അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആസിഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ഏതാണ്? ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഏരിയ ഏതാണെന്ന് കമന്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷൻ യൂസ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. സോ അണ്ടിൽ ദെൻ ബൈ.